ഫ്രണ്ട്സ്, റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് എന്തോ പറയണമെന്ന് എനിക്കറിയില്ല, അത്രയും ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പൊ ഈ ഒരു വെൽവെറ്റ് ഓർഗാൻസ ഫാബ്രിക് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയും അതിലൊരു വെറൈറ്റി ആയിട്ട് നമ്മളെ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന തന്നെ കേട്ടോ. ഇതെന്ന് പറയുന്നത് വെൽവെറ്റ് ഓർഗാൻസയാണ് ഫാബ്രിക് വരുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലൂ അല്ല വരുന്നത്. ഇതിനകത്തൊരു രാമ ഗ്രീൻ കളറിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്. രാമ ഗ്രീൻ അറിയാലോ നിങ്ങൾക്ക്. ടോട്ടലി എന്താ പറയാ, രാമഗ്രീൻ കളർ ഒരു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതിൽ ഈ ഒരു ഫാബ്രിക്കിലും കൂടെ വരുമ്പോഴേക്കും എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഈ വീഡിയോയിൽ അതിനെ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയും ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ പറയാ, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക രാമ ഗ്രീൻ കളർ എന്ന്. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പിക്ക് എടുത്ത് ഞാൻ അയക്കും. പക്ഷെ ഇത് ഫോണിൽ തന്നെ നമ്മൾ എടുത്താലും ഈ ഒരു കളറിലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കുള്ള കളർ വേണമെങ്കിൽ ഞാൻ വേറെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കളറിന്റെ ഇത് എടുത്തു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും രാമ ഗ്രീൻ കളറാണോ, പീകോക്ക് ബ്ലൂ, പീകോക്ക് ഗ്രീൻ ആണോ എനിക്കറിയില്ല. മയിൽപീലിയുടെ നടുക്കൊരു കളർ കാണും, ആ ഒരു കളർ പോലെ ഈ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്ന ഒരു കളർ ഉണ്ടായിരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, അതാണ് വരുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതും ഈ ഒരു ഫാബ്രിക്കിലും കൂടെ വരുമ്പോഴേക്കും ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇതിലൊരു വൈറ്റ് ക്രിസ്റ്റൽ കട്ട് ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ക്രിസ്റ്റൽ കട്ട് ബീഡ്സ് ആൻഡ് ഇതിൽ വന്നിട്ടുള്ള ബുട്ടാസ് എന്ന് പറയുന്നത് സ്വീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഫുള്ളി നമുക്ക് സ്ലീവില് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഈ ബുട്ടാസ് എല്ലാം കുറച്ചും കൂടെ നല്ല കാണാം നേരിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഗ്ലേസിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് അതുപോലെ ലൈറ്റും കൂടെ അധികം കാണാൻ പറ്റാത്തത്. സീക്വൻസ് ആണ് കൂടുതൽ, സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ സീക്വൻസ് ആൻഡ് ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത് ഒരു 46-47 ആണ് ലെങ്ത് വരുന്നത്. നെക്ക് ഒരു രക്ഷയില്ല, നല്ലൊരു വൈഡ് നെക്കിലാണ് ഈ തിക്കായിട്ട് ഈ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവില് നല്ല ഫുൾ സ്ലീവ് അല്ല വരുന്നത്. ഇത്രയും പോർഷൻ, അതായത് 3/4 കുറച്ചും കൂടെ ഇങ്ങനെ വരുന്ന രീതിയിലാണ്. അപ്പം എന്താ പറയുക, രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാം. കാരണം തീരെ ഇത് ഇത്രയല്ല നിൽക്കുന്നത്, കുറച്ചുകൂടെ വരുന്നുണ്ട്. പിന്നെ 3/4 വേണമെന്നുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കും യൂസ് ചെയ്യും കേട്ടോ. എയർലൈൻ പാറ്റേണിലാണ് വരുന്നത്. ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, ഇതാരും മിസ്സാക്കരുത്. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്ത് വെച്ചോളൂ, മിസ്സാക്കുകയേ ചെയ്യരുതെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാറില്ല. ആ ഒരു ഭംഗി വീഡിയോയിൽ വരത്തേ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് മിസ്സാക്കി ചെയ്യല് ഈ ഒരു ഐറ്റം. ഇപ്പോ ഈ ഒരു കളർ തന്നെ അല്ല, എല്ലാ കളേഴ്സിനും അതിന്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. അപ്പൊ ഒരു കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫാബ്രിക്കും ഇതും എല്ലാ കളേഴ്സിലും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും എടുത്തു വെക്കുക, കാരണം അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. ലെങ്ത് ഒരു 46-47 ആണ് ലെങ്ത് വരുന്നത്. സൈസ് വന്നിട്ട് മീഡിയം ടു XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 889 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. 889 ആണ് പ്രൈസ് വരുന്നത്. മിസ്സാക്കരുത്, അടിപൊളി ആയിട്ടാണ് കളറാണ് കേട്ടോ. കണ്ടോ, ഒരു രക്ഷയില്ല. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിലും എടുത്ത് വെക്കാന്ന്. കാരണം നമുക്ക് ഈ ഒരു കളർ മാത്രമായിട്ട് കിട്ടത്തൂല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു പാറ്റേൺ ആണ്, ഈ ഒരു പാറ്റേണും ഫാബ്രിക്കും എല്ലാ കളേഴ്സിലും ഹൈ ഇതിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്ന് എടുക്കണം. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഭംഗി. പേഴ്സണലി ഞാനും ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു രക്ഷയില്ല. വെൽവെറ്റ് ഓർഗാൻസയും കൂടി ആകുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ബാക്ക് പോർഷൻ. പിന്നെ എല്ലാവരുടെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷൈനിങ് ഒക്കെ ആയിരിക്കുന്നുണ്ട്, കുറച്ച് റഫ് ആയിരിക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്. കുത്തിക്കൊള്ളുന്ന ഫാബ്രിക് ഒന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുത്തിക്കൊള്ളുന്നത്. അത് ഈ തിളക്കം കാണുമ്പോഴാണ് എല്ലാരും ചോദിക്കുന്നത്. ഫാബ്രിക് ഒന്നുമല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മുടെ ഒരു എന്താ പറയാ, വെൽവെറ്റ് ഓർഗാൻസ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇതിന് വെൽവെറ്റ് ഓർഗാൻസ എന്നും ഫാൻഡി ഫാബ്രിക് എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ ഫുള്ളി ബുട്ടാസ് കൊടുത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഒരു ഡാർക്ക് പീച്ച് കളറിന്റെ ബോട്ടവും പെയർ ചെയ്ത്, അല്ലെങ്കിൽ ഗോൾഡൻ കളർ ബോട്ടവും പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വൈറ്റും പെയർ ചെയ്യാം.
കുഴപ്പമില്ല, റൈറ്റും യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെയാണ് ക്ലോസർ വ്യൂ വരുന്നത്. നെക്കാണ് ഒരു രക്ഷയില്ലാത്തത്. ലെങ്ത് 46-47 ആണ് ലെങ്ത് വരുന്നത്. ഫുള്ളി നമ്മൾ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈ കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി, ഈ ഒരു റേറ്റിന് കിട്ടുപോയില്ലെന്ന് എന്തായാലും എന്നോട് പറയാൻ മറക്കരുത്. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് ഈ ഒരു കടയിൽ പോയിട്ട് ഈ ഒരു പാറ്റേൺ എടുത്തിട്ട് കഴിഞ്ഞാൽ 1000 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ 1000 കൊടുക്കും. അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ്സാക്കാണ്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. സൈസ് മീഡിയം ടു XXL ആണ് സൈസ് വരുന്നത്. 889 ആണ് പ്രൈസ് വരുന്നത്. ജസ്റ്റ് ഈ ഒരു കളറുടെ വേറെ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും. പറഞ്ഞില്ലേ, എല്ലാം അതിന്റേതായിട്ടുള്ള ഭംഗിയുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. മിസ്സാക്കരുത്. സൈസ് വന്നിട്ട് മീഡിയം ടു XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് 889 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. 889 ആണ് പ്രൈസ് വരുന്നത്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളാം. നെക്സ്റ്റ് കളറും അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതെന്ന് പറയുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത്. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഫുൾ ഇതുപോലെ വന്നിട്ടുള്ള കട്ട് ബീഡ്സ് ആണ് വരുന്നത്. ഫുള്ളി ഇതുപോലെ പുട്ടാസ് കൊടുത്തിട്ടുണ്ട്. ഇത് കുത്തിക്കൊള്ളുന്ന ടൈപ്പ് ഒന്നുമല്ല. ഫുള്ളി ഇതുപോലെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട്, ബാക്ക് പോർഷൻ ഇതുപോലെ ബുട്ടാസ് വരുന്നില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇത് നിങ്ങൾ കാണുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ടും കാണാൻ വരുന്നത്. ലെങ്ത് 46-47 ആണ് ലെങ്ത് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു കളറുടെ വേറെ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. ഇത് വേറെ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ചെറിയൊരു എന്താ പറയാ സിൽവർ സ്റ്റോണിന്റെ ഒരു പെൻഡന്റ് ഒക്കെ യൂസ് ചെയ്തുള്ള ഒരു മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതിലുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡോ ലാവണ്ടറോ വരുന്ന ഒരു കളറിന്റെ ബോട്ടം വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. സൈസ് വന്നിട്ട് മീഡിയം ടു XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് 889 ആണ് പ്രൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? മിസ്സാക്കാണ്ട് പർച്ചേസ് ചെയ്തോളുക. സൈസ് വന്നിട്ട് മീഡിയം ടു XXL. പ്രൈസ് 889 ആണ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇന്നത്തെ കളക്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലൊരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് ആൻഡ് സൈസും കൂടെ മെൻഷൻ ചെയ്ത് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. ഒരു രക്ഷയില്ല. XL XXL എല്ലാം വേഗം സോൾഡ് ഔട്ട് ആവും. അതുകൊണ്ട് തന്നെയും വീഡിയോ കണ്ടു കഴിഞ്ഞാല് വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഓർഡർ ചെയ്താൽ മതി. അതിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. കളേഴ്സിന്റെ കാര്യങ്ങളും എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അതെല്ലാം കേട്ടതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. പിന്നെ എന്താ പറയാ, നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ട് പിന്നെ നമ്മളടുത്ത് ചോദിക്കുമ്പോൾ മാം അത് റിട്ടേൺ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിട്ടേൺ ഇല്ല എന്ന് പറയുന്നത് നമ്മളൊരു അഹങ്കാരം പറയുന്നത് പോലെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ. അതുവരെ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കാര്യം സാധിക്കുന്നില്ല എന്ന് അറിയുമ്പോഴേക്കും പിന്നെ അതൊരു അഹങ്കാരം. വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം വ്യക്തമായി കളേഴ്സ് എല്ലാം കേട്ടതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോ ഇന്നത്തെ കളക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയാണോ എന്നുള്ള കാര്യം എന്തായാലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു ബ്യൂട്ടിഫുൾ കളക്ഷനോട് കാണുമ്പോഴേക്കും എല്ലാവർക്കും